താങ്കൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നു. എനിക്കതിനകത്ത് നടപടി എന്ത് വന്നാലും നേരിടും. നടപടികൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. അതിനിപ്പോൾ നമുക്ക് നടപടികളെ ഇപ്പോൾ പേടിച്ച് നമുക്ക് അങ്ങനെ വിളിച്ചോടി പോകാൻ പറ്റും. നടപടികൾ എന്തായാലും വരട്ടെ. അതിപ്പോൾ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതിപ്പോൾ നടപടി വരട്ടെ. ഇരുപത്തിയേഴാം തീയതി 28 ഇതേ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തി. അപ്പോൾ അവിടെ ഉപകരണം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നത് അത് അതിൻ്റെ ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല അവർ ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ വേണമെങ്കിൽ തുറന്ന് പറയാം. അതിനകത്തൊരു വേറെ ഒരു ഡോക്ടറുണ്ട്, അടുത്ത് ഷാജു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വേറൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മുടെ അവിടെ പല ഡോക്ടർമാരുടെയും കൈവശം സ്വന്തമായിട്ട് ഉപകരണങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉപകരണങ്ങളല്ല, അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിവിലുള്ളതല്ല, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്കിലുള്ളതല്ല, ബയോമെഡിക്കലിൻ്റെ സ്റ്റോക്കിലുള്ളതല്ല. അതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന സ്പെസിഫിക്കേഷനൊന്നും ഉള്ളതല്ല. ISOയുടെ നമ്മൾ എഴുതി കൊടുക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും FDA, CE, പിന്നെ ISO ഈ സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിൻ്റെ മാത്രം ആക്സസറീസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാത്രം ആക്സസറീസ് ഉപയോഗിക്കാവൂ എന്ന് കമ്പനി പല പ്രാവശ്യം വാണിംഗ് തന്നിട്ടുണ്ട്. അതല്ലാത്ത എന്ത് ആക്സസറി ഉപയോഗിച്ചാലും നമുക്ക് ആ ഉപകരണത്തിൻ്റെ മേളിൽ യാതൊരു കേടാകുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കമ്പനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉപകരണം എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഇമ്പോർട്ടഡ് സാധനമാണ്. ഇതിൻ്റെ ഉപകരണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഈ 1000 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഉപകരണം വാങ്ങിച്ചിട്ട് ചെയ്യാം. അതവർ ഈ പറഞ്ഞിരിക്കുന്ന EMS ലിത്തോക്ലാസിൻ്റെ അവരുടെ അധികാരികൾ അവർ പല പ്രാവശ്യം വന്ന് എനിക്ക് നേരിട്ട് വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം അത് ഹാങ് ആയി പോയതാണ്. അവർ പിന്നെ നമ്മൾ കമ്പനി ഹൈദരാബാദിൽ നിന്ന് എഞ്ചിനീയർ വന്ന് റിപ്പയർ ചെയ്തപ്പോൾ അവർക്ക് അവർ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പല കമ്പനിക്കാരും അതിനകത്ത് 1000 രൂപ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നുണ്ട്. നമുക്ക് 1000 രൂപയ്ക്ക് നടത്തിയ ഉപകരണം കടം വാങ്ങിയതാണ് മറ്റൊരു ഡോക്ടറെ. അത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളതായി പുള്ളിയുടെ സ്വന്തം പറഞ്ഞു. അതായത് ഇപ്പോഴും ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ഏതിൻ്റെ ആവശ്യത്തിന്? അതായത് ഇപ്പോഴും ഉപകരണങ്ങളുടെ പ്രശ്നമുണ്ട്. പ്രോബ് നമ്മൾ 3 മാസം വെയിറ്റ് ചെയ്തിരുന്ന പ്രോബ് വിതിൻ 24 hours കിട്ടി. ബാക്കി എന്തെങ്കിലും ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ESW എന്ന് പറഞ്ഞ ഉപകരണം 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളത് ഞാനത് മെമ്മോയിൽ അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളത് 10 വർഷവും ഏതാണ്ട് 4000 രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര രോഗികൾക്ക് അപ്പോൾ ESW ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ മെഷീൻ ഇല്ല. അത് നമ്മളതിൻ്റെ പുറകെ ഓടുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ HDS കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് തന്നെ വർഷം 1 കഴിഞ്ഞു. അത് ഇതുവരെ ആ മെഷീൻ എത്തിയിട്ടില്ല. അതിന് പലതരം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പല ഓഫീസുകളിൽ കിടന്ന് കറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഡോക്ടറെക്കാളും വളരെ ഉന്നതരായ 4 ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം അവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മന്ത്രിക്ക് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത്. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൂടി ആയിരിക്കുമല്ലോ ഇതെല്ലാം വന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് ശരിയല്ല എന്ന് ഈ 4 അംഗ സമിതി കണ്ടെത്തുകയാണ്. അവർക്ക് ഇതിനകത്ത് കുറിച്ച് താല്പര്യത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അതെനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിന് ബാക്കി ഡോക്ടർമാരെന്താണ് അറിയിപ്പ് കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. വകുപ്പ് മേധാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ നേരെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരം കാണേണ്ടത്. അത് ബാക്കിയുള്ളവർ ഉൾപ്പെടെ നമുക്ക് ഉപകരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുന്നതിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവരും എന്നോടാണ് ഉപകരണം ചോദിച്ചത്. അപ്പോൾ ഉപകരണം നടത്തി വയ്ക്കേണ്ടതും ആ ഉപകരണം സൂക്ഷിക്കേണ്ടുന്നതും അതിന് എഴുതി കൊടുക്കേണ്ടുന്നതും അത് സമയത്തിന് കിട്ടേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തമാണ്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട്. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൈവിടുന്നു എന്നൊരു തോന്നലുണ്ട്. അതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ട്. ശസ്ത്രക്രിയ തുറന്നു പറയുന്നത് 27-ാം തീയതിയാണ്. 28-ാം തീയതി മാറ്റി ശസ്ത്രക്രിയ നടക്കുന്നു എന്ന് പറയുന്നു. അത് ഡോക്ടറിന്റെ അറിവോടുകൂടിയാണോ ഈ മറ്റൊരു ഡോക്ടർ ഉപയോഗിച്ച്? അതെൻ്റെ അറിവോടുകൂടിയൊന്നുമല്ല. അത് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റാണ്, 3 യൂണിറ്റുകളാണ്. ആ ഒരു യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ യൂണിറ്റിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ 3 യൂണിറ്റാണ് അവിടെ ഉള്ളത്, യൂറോ 1, 2, 3. അപ്പോൾ നമ്മൾ മറ്റു യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയേയില്ല. മേധാവി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഉപകരണങ്ങളുടെയും കസ്റ്റഡി എൻ്റെ കയ്യിലാണ്. എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ് ഇപ്പം നിലവിൽ. ഡോക്ടറെ ചട്ടലംഘനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടറും അത് സമ്മതിക്കുന്നുണ്ട്. നല്ല ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയാണ്? അതറിയില്ല, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. ഇപ്പോൾ എന്തെങ്കിലും അതതിൻ്റെ